പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനയുടെ അന്തസ്സത്തെ നിരാകരിക്കുന്നതാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കരുനാഗപ്പള്ളി തഴവ കുറ്റിപ്പുറത്ത് ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മതം മാനദണ്ഡമാക്കി പൗരത്വം നിശ്ചയിക്കാനുള്ള നീക്കത്തെ ശക്തമായി പ്രതിരോധിച്ചത് ഇടതുപക്ഷമാണ്. കേരള നിയമസഭ ഇതിനെതിരെ ഒരു പ്രമേയം തന്നെ പാസാക്കുകയുണ്ടായി. രാജ്യത്താകമാനം അതിന് വലിയ തോതിൽ സ്വീകാര്യത ഉണ്ടായിയെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മതം അടിസ്ഥാനമാക്കിയ പൗരത്വ നിയമം തങ്ങളുടെ പിന്തുണയുള്ള സർക്കാർ അധികാരത്തിൽ വന്നാൽ പൂർണ്ണമായും എടുത്തുകളയുമെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു. എന്നാൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലാകട്ടെ ഇതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ആ പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ കൂടി ചേർന്ന് തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ ഈ കാര്യത്തിന്റെ ഗൗരവം എന്തുകൊണ്ട് മനസ്സിലാക്കാതെ പോയി എന്ന് ആലപ്പുഴയിലെ ജനങ്ങളോട് അദ്ദേഹം തന്നെ വിശദീകരിക്കണം. തീവ്ര ഹിന്ദുത്വ നിലപാടുമായി മുന്നോട്ടു പോകുന്ന BJPയെ പ്രതിരോധിക്കാൻ മൃദു ഹിന്ദുത്വ സമീപനവുമായി നിൽക്കുന്ന കോൺഗ്രസിനെ കൊണ്ട് കഴിയുകയില്ല. മാത്രവുമല്ല, കൂട്ടത്തോടെ കോൺഗ്രസുകാർ BJPയിലേക്ക് ഒഴുകുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി BJP സർക്കാർ ഫെഡറലിസത്തെ തകർക്കുകയാണ്. BJPക്കെതിരെ നിൽക്കുന്ന സംസ്ഥാനങ്ങളെ തകർക്കാൻ ശ്രമം നടക്കുന്നു. കേരളമാണ് അതിന് കൂടുതലായി വിധേയമാകുന്നത്. BJPയുടെ വർഗീയ അജണ്ടയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിനാൽ അർഹതപ്പെട്ട വിഹിതം പോലും നൽകാതെ ക്ഷേമപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അട്ടിമറിക്കപ്പെടുന്നു. We oppose the CA because it brings about a fundamental change in the concept of citizenship. Our constitution says all are citizens irrespective of religion, language, gender, caste or creed. That is a secular concept of citizenship. But the amendment to the Citizenship Act links citizenship to religious identity for the first time. This is a dangerous thing because it is based on the RSS idea. LDF മണ്ഡലം കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് MS താര അധ്യക്ഷയായിരുന്നു. അഡ്വക്കേറ്റ് R അമ്പിളിക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. LDF നേതാക്കളായ C രാധാമണി, PR വസന്തൻ, കടത്തൂർ മൻസൂർ, PB സത്യദേവൻ, PK ജയപ്രകാശ്, S സദാശിവൻ, തഴവ സത്യൻ, ശ്രീലത, I ഷിഹാബ്, S കൃഷ്ണകുമാർ, അബ്ദുൽ സലാം അൽഹന, സദാനന്ദൻ കരിമ്പാലിൽ, ഷിഹാബ് പൈനിമൂട്, ഫിലിപ്പോസ്, സൈനുദ്ദീൻ, ജബ്ബാർ, സക്കീർ, പ്രൊഫസർ മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.